ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഏയ് മോനെ, നീ ഇത് എവിടെയായിരുന്നു? ഇത് കൊണ്ട് ആ റൂമിൽ വെക്കേ, പിടിക്കേ. ആ 5ാമത്തെ റൂമിൽ കൊണ്ട് വെക്കേ കേട്ടോ. ചെല്ല്. എക്സ്ക്യൂസ് മീ, ഇതൊന്ന് അപ്പുറത്ത് വെക്കാവോ? താങ്ക്സ്. ഒരു മിനിറ്റ്. സീത, സേവകേ, നോ ബോളിൽ തന്നെ 6 അടിച്ചല്ലോ. ഭാഗ്യമുള്ളവനാടാ നീ. പോലീസുകാരി ഭാര്യ, ഗവൺമെന്റ് ശമ്പളം വർഷം ഒരു 5 ലക്ഷമെങ്കിലും കിട്ടുമായിരിക്കുമല്ലേ? ഒരു 10 ലക്ഷം ചത്തുകിടന്ന് കൊണ്ടുപോകാൻ എന്നോട് പറ്റില്ല. ആകാംക്ഷയൊക്കെ കുറച്ച് കാണിച്ചാ മതി. ഈ കല്യാണ മണ്ഡപം നിങ്ങൾ സെമിത്തേരി ആക്കാൻ നിൽക്കല്ലേ. നിങ്ങളില്ലെങ്കിൽ എനിക്ക് വേറെ ആരടാവുള്ളത്. എന്റെ കൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടായ. ക്യാമറ ചേട്ടാ, കുറച്ചു നേരം ഞങ്ങൾ ഷൂട്ട് ചെയ്യോ? ആദ്യം സ്വന്തക്കാരുടെ വീഡിയോ എടുക്കട്ടെ. അവരൊക്കെ കാറ്ററിംഗിനും വിളമ്പാൻ വേണ്ടി വന്നവരാ. ഇടം മരമണ്ട, അതും കൂടി ഇങ്ങോട്ട് വേണം. ഓക്കെ സർ. നമസ്കാരം. നീ അവനും തമ്മിൽ എന്താടാ പ്രശ്നം? അവൻ നമ്മുടെ ഫ്രണ്ടൊക്കെ തന്നെയാ. പക്ഷെ ഒരു പെണ്ണിനെ കണ്ടപ്പോ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് ഫ്രണ്ടിനെ മറന്നു. അതുകൊണ്ടാണ് അവന്റെ പ്രണയം പൊട്ടാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തത്. ഇനി ജന്മത്ത് ഈ ലവ് സെറ്റ് ആവാനേ പോകുന്നില്ല. മാത്രമല്ല അവൻ നമ്മളെ പോലെ ചങ്ക് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. എന്താ പ്രശ്നം? അയ്യോ, ഇവളാ. സീത, ഇത് നന്നാവില്ല. ഓടാ പോ. ഒരു മുറിയിൽ 2 സ്ത്രീകളാ. ഭയങ്കര ടയർഡായി പോയി. ഒരു കൂൾ ഡ്രിങ്ക്സ് പറയാമോ സേവക്? കൂൾ ഡ്രിങ്ക്സാ? ഇതെന്താ കല്യാണ മണ്ഡപമാണോ അതോ മസാജ് സെന്ററാ? വരിവരിയായി ഓരോ പെണ്ണുങ്ങൾ വരാണല്ലോ. എടാ, എന്താണ് ഇവിടെ നടക്കുന്നേ? കണ്ടോ ഇതൊക്കെ? ഇവരുടെ നവരസങ്ങൾ ആസ്വദിച്ച് മതിയായില്ല നിനക്ക്? മാറ്റെടുത്തൊരു ക്യാമറ. വേണ്ടേ? എന്താ പറയാനുള്ളതെന്ന് പറ. എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം റാം. എന്തിന്? നിന്റെ ലവ് ഇല്ലാതാവാൻ കാരണം ഞാനല്ലേ? അതാണോ? അതൊന്നും സാരമില്ല. സോറി റാം. നിന്റെ ഫ്രണ്ട് സേവാഗ് പണം തന്നിട്ട് നിന്നെ ലവ് ചെയ്യുന്ന മാതിരി അഭിനയിക്കാൻ പറഞ്ഞു. കാശിന് വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അഭിനയിച്ചതാണോ? നിന്റെ സീതയെ കണ്ട് രാം എന്നെ പ്രേമിക്കുന്നില്ല, നിന്നെ ഇഷ്ടപ്പെടുന്നെന്ന് പറയട്ടെ. എനിക്ക് കുഴപ്പമില്ല. വേണ്ട വേണ്ട, എന്റെ ആവശ്യമില്ല. വേണം റാം, ഞാൻ അവളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഹലോ, വേണ്ടാന്നേ. അതെന്താ? നിങ്ങൾ അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സത്യവും വേണമെങ്കിൽ അവളോട് തുറന്നു പറയാം. പക്ഷെ അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്നേഹത്തിന് ഏറ്റവും അത്യാവശ്യം വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാത്തടത്ത് സ്നേഹം ഉണ്ടാവില്ല. എന്നോട് അവൾക്ക് വിശ്വാസം ഇല്ലാത്തതിന്റെ കാരണവും ഓഫ് കോഴ്സ് ഞാൻ തന്നെയാ. ഞാൻ കുറെ ടോർച്ചർ ചെയ്തു അവളെ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പണ്ടേ കളഞ്ഞിട്ട് പോയനെ. സീത ഒരു നല്ല കുട്ടിയാ. എന്തെങ്കിലും ഒരു ദിവസം എന്റെ ഇഷ്ടം അവൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ? ഇറ്റ്സ് ഓക്കെ. തന്നോടൊരു സത്യം പറയട്ടെ. അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അവള് തന്നെയാ. സോറി, ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളിലും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ ഞാൻ. ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്തോ വലിയ വിഷമം പോലെ. അപ്പൊ പൈസക്ക് വേണ്ടി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു. പക്ഷെ ഇപ്പോ എനിക്ക് ശരിക്കും നിന്നോട് ഇഷ്ടം തോന്നാറാം. ഉണുവാവേ, ഒരെണ്ണം തിരിച്ചതാ. അടുത്ത് എന്റെ ഫ്രണ്ട് കിടന്നുറങ്ങാം. എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നല്ലോ. കാശ് കൊടുത്തിട്ട് കള്ളു പിടിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞു വിട്ടു ഞാൻ. അതുപോലെ എന്തെങ്കിലും പറഞ്ഞ് അവളെയും പറഞ്ഞു വിടാ അവിടുന്ന്. ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കേ. കഴിച്ചായിരുന്നോ? ഇവിടെ പട്ടിണി കിടക്കാൻ. കള്ളം പറയല്ലേ, നല്ലോണം കഴിച്ചതല്ലേ?
ഇല്ല മോളൂസേ, ഞാൻ കഴിച്ചിട്ടില്ലെന്നേ. അതെയോ? എന്നാ പിന്നെ മിണ്ടാതെ കിടന്നുറങ്ങ. ഞാൻ ഉറങ്ങണമെങ്കിൽ എനിക്ക് ഒന്നൊന്ന് താ മോളെ. അതൊന്നും പറ്റില്ല, എല്ലാം നാളെ തരാം. എന്താന്ന്? നാളെയാ? എന്നാ പിന്നെ ഞാൻ കല്യാണം വേണ്ടെന്ന് വെക്കാം. ഒന്ന് മനസ്സിലാക്ക്, അടുത്ത ഫ്രണ്ട് കിടക്ക. സമയം 12 മണിയായി. 12 മണി കഴിഞ്ഞാൽ പോലും ബ്ലാക്കിൽ മദ്യക്കുപ്പി ഒരു കിട്ടുമല്ലോ. കെട്ടാൻ പോകുന്ന പെങ്കുച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ കിട്ടാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടാന്ന് നോക്കിയേ. ഇപ്പൊ നീ തരുന്നുണ്ടോ അതോ ഞാൻ ഈ കല്യാണം ക്യാൻസൽ ചെയ്യണോ? പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ? അങ്ങനെ വഴിക്ക് വാ വാവേ. ഒരു മിനിറ്റ്, എന്തിനാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് റിഹേഴ്സൽ ഒക്കെ നോക്കുന്നത്? അന്നത്തെ പോലെ നമുക്കൊരു റൗണ്ട് പോയിട്ട് വന്നാലാ? എന്റെ കയ്യിന്ന് മേടിക്കുന്നേ. ഇവിടെ വാ. എന്താടാ നീ വിചാരിച്ചിരിക്കുന്നേ? നീ ചെയ്ത കാര്യത്തിന് നിന്നെ ജയിലിൽ തള്ളേണ്ടതാ. പോട്ടെന്ന് വെച്ച് ക്ഷമിക്കുമ്പോ തലേ കയറുന്നോ നീ? ആ, ഇനി മേലെ എന്നോട് ഇമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ കല്യാണം നിർത്തുമെന്ന്. അത് ശരിക്കും അങ്ങ് നടക്കും. പോവാൻ നോക്കടാ. ഓ, പോകാനല്ലേടാ നിന്നോട് പറഞ്ഞേ. പോടാ. അതെ, ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് ഒരെണ്ണെങ്കിലും കിട്ടിയതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ. ഫസ്റ്റ് നൈറ്റ് വരെ ഇനി ഇത് മൈലേജ് തരും. നിന്റെ യൂത്ത് ഒന്ന് നിർത്തടാ, സത്യമൊക്കെ ഞാൻ പറയാം. ഒന്ന് നിർത്തടാ. പുറത്താരും അറിയരുത്, നിന്നോട് മാത്രം ഞാൻ തുറന്നു പറയാം. അന്ന് ഷോപ്പിംഗ് മാളിൽ നീ സീതയെ കിസ് ചെയ്തില്ലേ? അന്ന് കൗൺസിലറെ പറ്റി ഞാൻ വായി തോന്നി വിളിച്ചു പറഞ്ഞു. അതാ കിളവിടെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് അവർ കാണിച്ചു. ഇതൊന്നറിയാതെ ഞാൻ അവരുടെ അടുത്ത് പോയി. എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്നെ തന്നെ പറ്റിക്കാൻ നോക്കുന്നോ? സേവകേ, നിന്റെ കാര്യം ഒന്ന് പോക്കടാ. എന്തോന്നാടാ, നിന്റെ ചേച്ചി ഇന്നാണ് 18 വയസ്സ് കഴിഞ്ഞെന്നുള്ള അവസ്ഥയിലാണല്ലോ എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതെ പെങ്ങളെ, ആദ്യം ഉമാരുടെ കണ്ണോപ്പറേഷൻ നടത്താൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ 3 നിങ്ങളുടെ കണ്ടിട്ട് നിങ്ങളുടെ സൗന്ദര്യം ഊറ്റിയിട്ട്. എന്താ പെങ്ങള്, പെങ്ങളും നല്ല ടെൻഷനിലാണല്ലോ. ആ രാമന്റെ കാര്യം ആലോചിച്ചിട്ടാ? രാമൻ അല്ലെങ്കിൽ ഒരു സോമൻ. നോക്ക്, ഇപ്പൊ തന്നെ ഇതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ഒരു ജീൻസും ടോപ്പും എടുത്തിട്ടിട്ട് ആ സിഗ്നലിലൊന്ന് ഇറക്കി വിട്ട് നോക്ക്. ലവ് ലെറ്ററിന്റെ പെരുമഴ ആയിരിക്കില്ലേ? ആ ലവ് ലെറ്റർ തൂക്കി വിട്ടാലേ മാസം 5000 കിട്ടും നമുക്ക്. അതിന്റെ ഇടയിൽ രാമനും സോമനും ശോകടി വിട്ട് കളവങ്ങള്. എടാ തടിമാടന്മാരെ, നിങ്ങളുടെ പരിപാടി ഓടണേ, പോയി കാണ്. ബ്രോ, എന്തോ ഇതിലൊരു വീഡിയോ കണ്ട് നോക്കിയാലോ? അടിപൊളി സാധനമാണ്. മെയിൻ സീൻ മാത്രം മതി. ആ പടുകളവില്ല കൗൺസിലർ, അവര് എനിക്ക് തന്ന പൈസ മുഴുവൻ അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടേ കാർക്കിച്ച് തുപ്പി. ഇനി എന്റെ ഫ്രണ്ടിന്റെ പിന്നാലെ പോലും വരരുത്. ഓരോ സെക്കൻഡിലും ബ്രോ എന്ന് വിളിച്ച് നടന്നിട്ട് ഒരു ബ്രദറോട് ഇങ്ങനെയൊക്കെ കാണിക്കാവാ? ബ്രോ എന്ന് പറയുമ്പോ ബ്രദർ ആണെന്ന് വിചാരിച്ചോ നീ? പിന്നെ ബ്രോ എന്ന ബ്രോക്കർ ബ്രോക്കർ മോനെ തല്ലേക്ക്